നമസ്കാരം. ഫുട്ബോൾ പേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, ഇപ്പം ഒരു ഹോട്ടസ്റ്റ് ലിങ്ക് എന്താണെന്ന് വെച്ചാൽ ഡിബാല ടു ന്യൂകാസിൽ ലിങ്ക്സ് കാണുന്നുണ്ട്. നമുക്കറിയാം പൗളോ ഡിബാല 12 മില്യൻ്റെ അദ്ദേഹത്തിൻ്റെ യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് ഈ മാസം ജാനുവരി 15 വരെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വരും. നോൺ സിറിയ ക്ലബ്ബുകൾക്ക് ഡയറക്റ്റ്ലി പ്ലെയറുമായിട്ട് ടോക്സ് നടത്തി ആ ഒരു ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാം. അതേ സമയത്ത് സിറിയയിലുള്ള ക്ലബ്ബുകളാണെങ്കിൽ റോമയായിട്ട് ഡിസ്കഷൻ നടത്തി റോമയായിട്ട് എന്താ പറയുക ഡീലിലെത്തിയാൽ മാത്രമേ പൗളോ ഡിബാല എടുക്കാൻ പറ്റത്തുള്ളൂ. നോൺ സിറിയ ക്ലബ്ബുകൾക്ക് ഈസിയാണ്, കുറച്ചുകൂടി പ്ലെയറുമായിട്ട് മാത്രം ടോക്സ് നടത്തിയാൽ മതി. ഇവരായിട്ട് റോമയായിട്ട് ടോക്സ് നടത്തേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പം ന്യൂകാസിലെ ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇറ്റലിയിലെ പ്രമുഖ ഒരു ന്യൂസ് ഔട്ട്ലെറ്റ് ന്യൂസ് പേപ്പറാണ്. പണ്ട് തൊട്ടുള്ള അവിടുത്തെ ഒരു ട്രഡീഷണൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പറാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കൊറേറ ഡെല്ല സെറ അങ്ങനെയാണ് തോന്നുന്നു, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് തോന്നുന്നു. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതിപ്പോൾ ഏറ്റുപിടിച്ചുകൊണ്ട് സണ്ണും എല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. 15-ാം തീയതി, അതായത് അടുത്ത 2 ദിവസം, ഇന്നും കൂടെ കൂട്ടുവാണെങ്കിൽ 3 ദിവസവും കൂടുതലുള്ളത് ആക്ടിവേറ്റ് ചെയ്യാൻ. നമുക്കറിയാം ഇപ്പം ന്യൂകാസിൽ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഇഷ്യൂസിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് മേ ബി ബ്രൂണോ ഗുമാറസിനെ വിൽക്കേണ്ട അവസ്ഥ വരാം. അല്ലെങ്കിൽ സണ്ണൊക്കെ പറയുന്നത് നെക്സ്റ്റ് 2 ഡേയ്സിന് മേ ബി ന്യൂകാസിൽ നിന്ന് ഒരു ഔട്ട് ഗോയിങ് ഉണ്ടാവുകയും നേരെ അവർ ഈ പൗളോ ഡിബാലയുടെ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചാൻസും ഉണ്ടെന്ന് സൺ ജസ്റ്റ് ഈ ഇറ്റാലിയൻ മാധ്യമമായ കൊറേറ ഡെല്ല സെറ പറയുന്നത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതായത് അവരുടെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മേ ബി FFP ഇഷ്യൂസ് ഉള്ള കാരണം മേ ബി ഒരു ഔട്ട് ഗോയിങ് നടന്നാലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 1,83,000 യൂറോസ് പെർ വീക്കാണ് ഡിബാലയുടെ സാലറി ഇൻ റോമ. അത് അഫോർഡ് ചെയ്യണമെങ്കിൽ മേ ബി ഒരു ഔട്ട് ഗോയിങ് ന്യൂകാസിൽ നിന്ന് പോകേണ്ടി വരും. ഇത് ജസ്റ്റ് റൂമേഴ്സാണ്. ഇവരെ ഒന്നും നമുക്ക് ഭയങ്കരമായിട്ടൊന്നും റിലേ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ന്യൂസ് ഔട്ട്ലെറ്റ് അവിടുത്തെ ട്രഡീഷണലി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ന്യൂസ് ഔട്ട്ലെറ്റ് ആണെന്ന് പറഞ്ഞാലും ന്യൂസ് പേപ്പേഴ്സ് ആണെന്ന് പറഞ്ഞാലും വെൻ ഇറ്റ് കംസ് ടു ഫുട്ബോളിംഗ് ന്യൂസ് നമുക്കത് മേ ബി ന്യൂകാസിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കും, പക്ഷേ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അടുത്ത 2 ദിവസത്തിനകം ആക്ടിവേറ്റ് ചെയ്യണം. മേ ബി ഒരു പ്ലെയർ സെയിൽസ് നടക്കണം. കണ്ടിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ലിങ്ക്സ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താവുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ജോർദാൻ ഹെൻഡർസൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആൾ അൽ ഇത്തിഫാക്കിൽ ഒട്ടും ഹാപ്പിയല്ല. പേ കട്ടും എല്ലാം എടുത്ത് മേ ബി അൽ ഇത്തിഫാക്കിന് കോമ്പൻസേഷൻ പേ ചെയ്തുകൊണ്ട് ആൾ യൂറോപ്പിലോട്ട് വരാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് പറയുന്നത്. അയാക്സുമായിട്ട് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ആയി, അഥവാ ഡീലെല്ലാം പേഴ്സണലി അഗ്രി ആയി. പക്ഷേ അൽ ഇത്തിഫാക്കുമായിട്ട് എങ്ങനെയും അയാക്സ് ഒരു ഡീൽ അഗ്രി ചെയ്യാനായിട്ട് ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞ ന്യൂസുകൾ കണ്ടിരുന്നു. പക്ഷേ അൽ ഇത്തിഫാക്ക് ഇപ്പോഴും ഈ സീസൺ വിടാനായിട്ട് റെഡിയല്ല. സമ്മറിലേക്ക് നോക്കാമെന്നുള്ള രീതിയിലാണ് സൗദിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നത്. പക്ഷേ ഇപ്പം കേൾക്കുന്നത് യുവൻഡസ് താരത്തിനെ അപ്രോച്ച് ചെയ്തു, താരവുമായിട്ട് കോണ്ടാക്ട്സ് നടത്തി. ഹെൻഡർസണ് യുവൻഡസിലോട്ട് നീങ്ങാനായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോൾ അയാക്സും യുവൻഡസും ഈക്വലി ഹെൻഡർസണിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായ ഒരു കാര്യമാണ് ഹെൻഡർസൻ്റെ ക്യാമ്പിൽ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോഴും അൽ ഇത്തിഫാക്ക് വിടാനായിട്ട് റെഡിയല്ല. യുവൻഡസ് ആണെങ്കിലും അയാക്സ് ആണെങ്കിലും ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ട്രാൻസ്ഫർ മണി പേ ചെയ്യാനായിട്ടൊന്നും റെഡിയല്ല. അതിനാൽ തന്നെ ഈ ഒരു ഡീൽ ഈ വിൻ്ററിൽ നടക്കുമെന്ന് കണ്ടു നോക്കാം. എന്തായാലും ഈ ഒരു വിൻ്ററിലെ ലാസ്റ്റ് ഡേയ്സിൽ ജാനുവരി 31 ഇരുന്നത് ആ ദിവസം വരെ എന്തായാലും ഈ ഒരു ഹെൻഡർസൺ ടു യൂറോപ്പ് ലിങ്ക്സ് നമുക്ക് കാണാൻ സാധിക്കും. മേ ബി എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ഹെൻഡർസൺ ചാടും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഷുവറാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ആർസണലിൻ്റെ സ്ട്രൈക്കറിന് വേണ്ടിയുള്ള സെർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ആർസണൽ ഇവാൻ ടോണി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നെക്സ്റ്റ് സമ്മറിലേക്ക് ഒസിമനെയോ വ്ലാഹോവിച്ചിനെ എത്തിക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഇവാൻ ടോണി ബ്രൻഫോർഡിൽ നിൽക്കാനായിട്ടാണ് ആഗ്രഹം എന്നുള്ള രീതിയിലൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഇവാൻ ടോണി പറഞ്ഞത് ബ്രൻഫോർഡിൽ നിൽക്കുകയും താനാണെങ്കിൽ ഈ സീസൺ റെലഗേഷനിൽ നിന്നും എങ്ങനെയും ബ്രൻഫോർഡിനെ രക്ഷിക്കുക, ഈ ലീഗിൽ ബ്രൻഫോർഡ് നിൽക്കുമെന്ന് ഉറപ്പാക്കുക, എന്നിട്ട് മേ ബി നെക്സ്റ്റ് സീസൺ മൂവ് ഓൺ ചെയ്യുന്നതിനെക്കുറിച്ച് താരം ആലോചിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മിനിമം 80 to 90 മില്യൺ 80 മില്യൺ മിനിമം കോസ്റ്റ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ അത്രയും ഹൈലി ഇവാൻ ടോണിനെ എനിക്ക് തോന്നുന്നില്ല ഒരു ക്ലബ്ബും റേറ്റ് ചെയ്യുന്നു. ഒരു 80-90 മില്യനൊക്കെ കൊടുക്കുന്നു. ശരിയാണ്, പ്രൂവൺ സ്ട്രൈക്കറാണ് ഇൻ പ്രീമിയർ ലീഗ്. പക്ഷേ എന്നാലും ഒരു ഏജ് പ്രൊഫൈലൊക്കെ വെച്ച് നോക്കുന്നു. ആർസണൽ മറ്റ് ഓപ്ഷൻസുകൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അവർക്കറിയാം ലാസ്റ്റ് വിൻ്ററിലെ പോലെ ഈ വിൻ്ററിലും എന്തെങ്കിലും എന്നാ പറയുക, ലാസ്റ്റ് വിൻ്ററിൽ അവർ കറക്റ്റ് അഡീഷൻസ് നടത്താതിനാൽ തന്നെ നമ്മൾ കണ്ടതാണ് അവർ ടൈറ്റിൽ റേസിൽ നിന്ന് ജസ്റ്റ് മിസ്സാവുന്നത്. അതുപോലെ ഈ സീസണിൽ ഇപ്പോൾ പതുക്കെ ടൈറ്റിൽ റേസിൽ നിന്ന് ലാസ്റ്റ് ഒരു മാസമായിട്ട് വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ടൈറ്റിൽ റേസിലോട്ട് വന്നാൽ അവർക്ക് ഒരു സ്ട്രൈക്കർ അത്യാവശ്യമാണ്. അവർ ഇപ്പം 3 പ്ലേയേഴ്സുമായിട്ട് നമ്മൾ ലിങ്ക്ഡ് ആയി കണ്ടിരുന്നു. ഗുറാസി ലിങ്ക്സ് ആയി കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ടോക്സ് താഴോട്ടാണ്. ഇപ്പം കേൾക്കുന്നത് 22 മില്യൻ്റെ ബിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോർഹ മയോറാൽ, അറിയാമല്ലോ ഗെറ്റാഫയുടെ സെൻട്രൽ ഫോർവേഡായ ബോർഹ മയോറാലിന് വേണ്ടി
ആർസണൽ വിട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. സോ ആളവിടെ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. 26 വയസ്സുകാരനാണ്. മേ ബി വന്ന ഉടനെ ഈ വ്ലാഹോവിച്ച് പോലത്തെ അഥവാ ഒസിമൻ പോലത്തെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രൈക്കറാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ ഒരു എന്നാ പറയുക, അവർക്കൊരു സ്ട്രൈക്കർ വേണം. സോ 22 മില്യൻ്റെ ഒരു ബിഡ് ആർസണൽ ഗെറ്റാഫയ്ക്ക് മുമ്പ് വിട്ടു. അത് ഗെറ്റാഫ് റിജക്റ്റ് ചെയ്തു. അവർ കൂടുതൽ ആവശ്യപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത്. സോ ആ ഗെറ്റാഫയ്ക്ക് ഇപ്പം വിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ലൊരു ബിഡ് വന്നാൽ വിൽക്കാൻ സാധ്യതയുണ്ട്. സോ ബോർഹ മയോറാലിൻ്റെ 22 മില്യൺ ബിഡ് അവർ റിജക്റ്റ് ചെയ്തു. സോ ആർസണൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് 26 വയസ്സുകാരനിൽ. അവിടുന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാക്സിൻ്റെ സെൻട്രൽ ഫോർവേഡ് ഡച്ച് ഇൻ്റർനാഷണലായ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രയാൻ ബ്രോബി, അറിയാലോ, 21 വയസ്സുകാരനാണ്. അയാക്സിൽ ഇപ്പം ലീഗിൽ എറഡിവിസിയിൽ 15 കളിയിൽ നിന്ന് 8 ഗോളും 4 അസിസ്റ്റും ഉണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. സോ മാൻ യുണൈറ്റഡിനും ഈ പ്ലെയറിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. എറിക് ടെൻ ഹാഗ് പേഴ്സണലി ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് റൂമേഴ്സ് കേൾക്കുന്നു. പക്ഷേ ആർസണലും നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രയാൻ ബ്രോബിക്ക് വേണ്ടി പുറകെ ഉണ്ട്. അയാക്സിൻ്റെ പ്ലെയറാണ്, അങ്ങ് നോക്കാം. ഡച്ച് ഇൻ്റർനാഷണൽ കുഴപ്പമില്ലാത്തൊരു സീസണാണ് പോകുന്നത്. സോ ഇഫ് പോസിബിൾ അവർ സൈൻ ചെയ്യും. പക്ഷേ അതും നടക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നത്. കാരണം അയാക്സിന് ഇപ്പം താരത്തെ വിടാൻ താല്പര്യമില്ല. അവരുടെ ലീഗ് സീസൺ അധികം സൂപ്പർബായിട്ടല്ല പോകുന്നത്. സോ അവരുടെ ഒരു ഇൻ്റഗ്രൽ പ്ലെയറിനെ അവർക്കിപ്പം വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. സോ അവിടുന്ന് നേരെ നമ്മൾ അടുത്ത ഒരു ആർസണൽ ലിങ്ക് വരികയാണ്. സോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സീസണിൽ സിറിയയിൽ കോച്ചുമാരോട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു. അതായത് സിറിയയിലെ കോച്ചുമാരോട് ചോദിച്ചു മോസ്റ്റ് സർപ്രൈസിങ് പ്ലെയർ ഏതാ, മോസ്റ്റ് സർപ്രൈസ് ചെയ്ത ടീം ഏതാ, ലീഗ് ആരടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞൊരു പോൾ ജസ്റ്റ് സിറിയയിൽ കണ്ടക്ട് ചെയ്തത്. സോ അതിലെ മെജോറിറ്റി മാനേജേഴ്സിൻ്റെയും വോട്ട് കിട്ടിയത് മോസ്റ്റ് സർപ്രൈസ് ചെയ്ത പ്ലെയർ ആരാണെന്ന് ചോദിച്ചപ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഈ പ്ലെയറിനാണ്. ജോഷുവ സിർസ്കി എന്ന് പറയുന്നത് അറിയായിരിക്കും, ബയൺ മ്യൂണിക്കിൻ്റെ ഒരു പ്ലെയർ ആയിരുന്നു. സോ ജോഷുവ സിർസ്കി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൊളോഗ്നയിലാണ് കളിക്കുന്നത്. സോ തിയാഗോ മോട്ടയുടെ അണ്ടർ അന്യായ പെർഫോമൻസാണ് ഈ 22 വയസ്സുകാരൻ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഡച്ച് ഇൻ്റർനാഷണലാണ്. 193 സെൻറ്റിമീറ്ററാണ് പൊക്കം. സൂപ്പർ ഡ്രിബിളർ, നല്ല പേസ് ഉണ്ട്, നല്ല പാസിംഗ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ഫിനിഷിംഗ് ഉണ്ട്. 19 കളിയിൽ നിന്ന് 7 ഗോളും 2 അസിസ്റ്റുമാണുള്ളത്. സോ സ്റ്റാറ്റ്സ് സത്യം പറഞ്ഞാൽ ആളുടെ പെർഫോമൻസിന് ഔട്ട് ചെയ്യുന്നില്ല. കാരണം ഓവറോൾ വളരെ ഇമ്പ്രസീവായ പെർഫോമൻസാണ് ടീമിൽ എടുക്കുന്നത്. സോ ഒപ്പോണൻസിൻ്റെ ഡിഫൻസിനെയൊക്കെ ഓപ്പൺ അപ്പ് ആക്കാവുന്നതിന് സൂപ്പർബാണ്. പിന്നെ ഫിസിക്കലായ ടോളായ ഏരിയലി സ്ട്രോങ് ആയ ഒരു പ്ലെയറും കൂടെയാണ്, സെൻട്രൽ ഫോർവേഡാണ്. സോ അർട്ടേറ്റ എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രൊഫൈലാണ്. നമുക്കറിയാം ബയൺ മ്യൂണിക്കിൽ ഒരു വണ്ടർ കെഡ് എന്ന നിലയിൽ ഫെയ്നോഡിൽ നിന്ന് സൈൻ ചെയ്തതാണ്. അവിടെ അണ്ടർ 19സിലൊക്കെ തിളങ്ങിയെങ്കിലും പിന്നീട് സീനിയർ ടീമിലോട്ട് കയറിയപ്പം തിളങ്ങാനായിട്ട് സാധിച്ചില്ല. അവിടെ നിന്ന് പാർമയിലോട്ടും പിന്നെ ബെൽജിയത്തിലോട്ടും ഒക്കെ ലോൺ സ്പെല്ലിന് പോയിരുന്നു. അവിടെ നിന്ന് പിന്നെ വൊളോഗ്നെ 8.5 മില്യൺ യൂറോസിന് വാങ്ങിക്കുമായിരുന്നു. സോ ലാസ്റ്റ് സീസൺ ആൾ 2 ഗോളൊക്കെ അടിച്ച് ഒരു എന്താ പറയുക ഫ്ലോപ്പ് സീസൺ ആയിരുന്നു. പക്ഷേ ഈ സീസൺ അണ്ടർ തിയാഗോ മോട്ട വൊളോഗ്നെ അടിപൊളിയായിട്ട് ലീഗിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ കുറേ നാൾ ടോപ്പ് 4-ലുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീസ് പെർഫോമിങ് റിയലി വെൽ ഇൻ ദ ലീഗ്. പല ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ബയൺ മ്യൂണിക്ക് ഒരു ബൈ ബാക്ക് ക്ലോസും വെച്ചിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് എന്ന് അവർക്കറിയത്തില്ല, പക്ഷേ ബൈ ബാക്ക് ക്ലോസ് വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 50 മില്യൺ യൂറോസ് ആണ് ഈ ഒരു താരത്തിനെ എത്തിക്കാനായിട്ട് ചിലവാവുക എന്നാണ് കേൾക്കുന്നത്. സോ പുള്ളിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നറിയത്തില്ല ജോഷുവയ്ക്ക്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൊളോഗ്നയ്ക്ക് താരത്തെ കീപ്പ് ചെയ്യാനാണ് ആഗ്രഹം. മേ ബി സമ്മറിൽ വിൽക്കാനായിട്ടാണ് താല്പര്യം. പക്ഷേ 50 മില്യൻ്റെ മെത്തങ്ങാണ്ട് പേ ചെയ്താൽ ആളെ എടുക്കാം എന്നുള്ള രീതിയിൽ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. സോ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ആർസണലുമായിട്ട് ലിങ്ക്ഡായി കാണുന്നുണ്ട്. കൂടാതെ മറ്റ് പല ക്ലബ്ബുകളും താരത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ബയൺ മ്യൂണിക്ക് റിലീസ് അതായത് ബൈബാക്ക് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. സോ ആർസണൽ ഈ 3 പ്രൊഫൈലുമായിട്ട് ലിങ്ക്ഡായി കാണുന്നുണ്ട്. പിന്നെ ഇസാക്കിൻ്റെ പേരൊക്കെ ചുമ്മാ കുറേ മാധ്യമങ്ങളൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് FF ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇസാക്കിനെ വിൽക്കേണ്ടി വരും എന്നൊക്കെ. പക്ഷേ അതൊന്നും ഇപ്പം നടക്കാൻ പോകുന്നില്ല. സമ്മറിലും ഇസാക്കിനെ അവർ മൂവ് ഓൺ ചെയ്യുമെന്ന് അറിയത്തില്ല. ബ്രൂണോ ഗിമാറസിനാണ് വിൽക്കാൻ കൂടുതൽ സാധ്യത എന്നാണ് കാണുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ന്യൂകാസിൽ. സോ ഇസാക്ക് ലിങ്ക്സ് ടു ആർസണൽ അതിന് റിലയബിളായിട്ട് തോന്നുന്നില്ല. സോ ഇതൊക്കെയാണ് ആർസണലുമായിട്ട് ഇപ്പം ലിങ്ക് ആയി നിൽക്കുന്ന സ്ട്രൈക്കർ. സോ ചുരുക്കി പറഞ്ഞാൽ ആരും ഉറപ്പിച്ചിട്ടില്ല. ആർസണലിൽ ഒരു സ്ട്രൈക്കറിനെ വേണം, പക്ഷേ ആരെയും അങ്ങോട്ട് അവർക്ക് കൺഫേം ആക്കാൻ പറ്റിയിട്ടുമില്ല. അതാണ് അവസ്ഥ. സോ അവർ ടാർഗറ്റ് ചെയ്യുന്ന 3 പ്ലേയേഴ്സും കുഴപ്പമില്ല. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോഷുവ സിർസ്കി ആയിരിക്കും ലോങ് ടൈം അവർക്കൊരു നല്ല പ്രൊഫൈലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രയാൻ ബ്രോബിയും കുഴപ്പമില്ല അയാക്സിൻ്റെ. അതുപോലെ തന്നെ ബ്രോഹ മയോറാലിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ആൾ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അവരെക്കാളും ബോർഹ മയോറാലിനേക്കാളും കുറച്ചുകൂടെ സീലിംഗ് ഉണ്ട് മറ്റു 2 പ്ലേയേഴ്സെന്ന് തോന്നുന്നു. സോ രണ്ടുപേരെയും ഒരു ഫസ്റ്റ് ബിഗ് സീസണാണ്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൂവണല്ല. പിന്നെ വേറെ കുറച്ച് ലിങ്ക്സൊക്കെ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. ഒരു ഡണ്ടീലുണ്ട് അറിഞ്ഞാലൊരു തിയാഗോ ഡയാലോ
അതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലില്ലിയുടെ സെൻറ്റർ ബാക്കാണ്. ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റ് ആണ്. 3.5 മില്യൺ യൂറോസിന് യുവൻറ്റസ് പുള്ളിനെ ലില്ലിയിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ കേൾക്കുന്ന പ്ലറ്റംബർഗ് പറയുന്ന പലീനയ്ക്ക് വേണ്ടി ഒരു ടോക്സും ഫുള്ളാമുമായിട്ട് ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബയൺ മ്യൂണിക്ക് നടത്തിയിട്ടില്ല. സോ ബയൺ മ്യൂണിക്ക് ഇപ്പം ഒരു ഇൻട്രസ്റ്റും പലീനയിൽ കാണിക്കത്തില്ല എന്നാണ് പ്ലറ്റംബർഗ് ഒക്കെ പറയുന്നത്. സോ പലീനയുടെ ക്യാമ്പ് അതിൽ ഹാപ്പിയല്ല. കാരണം പേഴ്സണൽ ടൈംസ് സമ്മറിൽ അഗ്രി ചെയ്താണ് വിൻ്ററിൽ താരത്തിന് വേണ്ടി വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നൗ അവരുടെ ഇൻട്രസ്റ്റ് മറ്റ് പ്ലേയേഴ്സിനാണ്. എറിക് ഡയറിനെ കൊണ്ടുവന്നു. ഇനി അടുത്ത ടാർഗറ്റ് അവരുടെ മറ്റാരുമല്ല, മുഖ്യല. നമുക്കറിയാം PSG റൈറ്റ് ബാക്കും സെൻട്രൽ ബാക്കും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ മുഖ്യലയിൽ അവരിപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ടോക്സ് നടന്നി പ്ലെയറുമായിട്ട് ഇത് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രീഡാണ്. ഈ PSG ആയിട്ട് ഒരു പ്രൈസിൽ എത്തിച്ചേരുന്ന കാര്യത്തിലാണ് ഇപ്പം കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നത്. സോ മുഖ്യലേനെ സൈൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പലീന ഡീലിൽ നിന്ന് അവർ പിന്മാറുകയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ വേറെ സീരിയസ് ആയ ന്യൂസുകൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ കെവിൻ ഡാൻസോ എന്ന് പറയുന്ന RC ലെൻസിൻ്റെ സെൻട്രൽ ബാക്കിലും ബയൺ മ്യൂണിക്ക് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പം ആ റിപ്പോർട്ടൊക്കെ ചുരുങ്ങി. നമ്മൾ നോക്കുകയാണെങ്കിൽ എറിക് ഡയർ സൈൻ ചെയ്തതിന് ശേഷം ആ റൂമേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം മുഖ്യലയാണ് ടാർഗറ്റ്. കെവിൻ ഡാൻസോയിൽ നിന്ന് പതുക്കെ അവർ വലിയുന്നു എന്നാണ് കേൾക്കുന്നത്. സോ ഇതൊക്കെയാണ് ഓവറോൾ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു റൂമർ കണ്ടിരുന്നു, റൂമറല്ല സത്യമാണെന്ന് തോന്നുന്നു. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീമിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലെയറാണ് എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പോർട്ടിംഗ് CPയുടെ മിഡ്ഫീൽഡറായ മോർട്ടൻ ഹ്യൂൾമണ്ട് എന്ന് പറയുന്ന ഡെൻമാർക്ക് ഇൻ്റർനാഷണൽ ആണ്. സോ താരത്തിന് വേണ്ടി മാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു. പെലിസ്ട്രി പ്ലസ് ആൻ എമൗണ്ട് ഓഫർ ചെയ്തെന്നോ, പക്ഷേ അത് അവർ റിജക്റ്റ് ചെയ്തെന്നോ ഒക്കെ പറയുന്നു. സണ്ണാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. 24 വയസ്സുകാരനാണ്. അവിടെ നല്ലൊരു സീസണാണ് പോകുന്നത്. സോ പുള്ളിക്ക് 69 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട്. സോ സ്പോർട്ടിംഗ് CP അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് യുണൈറ്റഡിനോട് ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് കേൾക്കുന്നത്, സണ്ണൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ മേ ബി സമ്മറിൽ റാറ്റ്ക്ലിഫ് ആൻഡ് ടീം ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഹുൾമണ്ട് എന്ന് പറയുന്നത്. പക്ഷേ വിൻ്ററിൽ 69 മില്യൺ മാൻ യുണൈറ്റഡ് ഇറക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഇൻ സമ്മർ മേ ബി കസമീറോ ഒക്കെ പോയതിനു ശേഷം മേ ബി ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നെന്ന് വരാം. നമുക്ക് നോക്കാം. ഹ്യൂൾമണ്ട് നല്ലൊരു പ്രൊഫൈലാണ് കണ്ടെടുത്തോളം. എന്തായാലും വിൻ്റർ വരുമെന്ന് തോന്നുന്നില്ല. സണ്ണാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. യുണൈറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും മിറക്കൾ സംഭവിക്കണം വിൻ്റർ വല്ലോ ആ ഡീൽ നടക്കണമെങ്കിൽ. സോ ഇതൊക്കെയാണ് കേൾക്കുന്ന റിപ്പോർട്ടുകളും റൂമറുകളും. പിന്നെ സൗദിയിലോട്ടുള്ള കുറച്ച് റൂമറുകളൊക്കെ വരുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് വേറൊരു വീഡിയോ ത്രൂ അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.